തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബ ജ്വല്ലറിക്കൊപ്പം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. വെന്നിയൂർ 16 ബൈപ്പാസിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുവാനുള്ള സർവേ നാളെ മുതൽ ആരംഭിക്കും. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥ സംഘം സാധ്യതാ പഠനം നടത്തി. കിഫ്ബിയിൽ 100 കോടി രൂപ ഭരണാനുമതി നൽകിയ റോഡിന്റെ സർവേയാണ് നാളെ തുടങ്ങുന്നത്. നേരത്തെ നടത്തിയ സാധ്യതാ പഠന ഭാഗമായി സർവേ നടത്തുന്നതിന് ടെൻഡർ ക്ഷണിച്ചിരുന്നു. സർവേ തുടങ്ങുന്നതിന് മുന്നോടിയായി ഇന്ന് വീണ്ടും ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. വെന്നിയൂരിൽ നിന്ന് 16 വേഗത്തിലെത്താൻ കഴിയുന്ന ബൈപ്പാസാണിത്. കപ്രാടിൽ നിന്ന് തുടങ്ങി നിലവിലുള്ള റോഡുകൾ വികസിപ്പിച്ചാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക. ചെറുമുക്ക് പള്ളിക്കത്താഴത്തിൽ നിന്നും വയലിലൂടെ വെഞ്ചാലി കനാൽ റോഡിലേക്ക് പ്രവേശിക്കും. തുടർന്ന് 16 എത്തുന്ന തരത്തിലാണ് പുതിയ ബൈപ്പാസ് സാധ്യതാ പഠനം നടത്തിയത്. 2 മാസം കൊണ്ട് സർവേ പൂർത്തിയാകും. തുടർന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കും. 2017 അന്നത്തെ MLA ആയിരുന്ന PK അബ്ദുറബിന്റെ ശ്രമഫലമായാണ് 100 കോടി രൂപ അനുവദിച്ചത്. KP മജീദ് MLA ശ്രമഫലമായാണ് ബൈപ്പാസിന്റെ പുതിയ സാധ്യതാ പഠനം നടന്നത്. വെന്നിയൂർ, കക്കാട്, തിരൂരങ്ങാടി, ചെമ്മാട് ടൗണുകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായാണ് ബൈപ്പാസ് നടപ്പിലാക്കുന്നത്. സാധ്യതാ പഠനത്തിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഇക്ബാൽ കല്ലുങ്ങൽ, CP ഇസ്മായിൽ, EP ബാവ, CP സുഹറാബി, ജാഫർ കുന്നത്തേരി, KP സൈദലവി, KT ബാബുരാജൻ, P ഖദീജ, TK നാസർ, നിർവഹണ ഉദ്യോഗസ്ഥനായ KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇർഫാൻ ഹബീബ്, സൈറ്റ് സൂപ്പർവൈസർമാരായ ഷുഹൈബ്, ഹനീഷ്, കാവ്യ സോമൻ, വിനീത്, ദേവുട്ടി, ഇസു ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.